ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലൈഫിൽ നമുക്ക് കുറച്ചേറെ പ്രിയമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അതുപോലെ ഒരാളാണ് ദേ നിൽക്കണ അനു എന്ന വിനീത. ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷം ആയിട്ടുണ്ട് കേട്ടോ. തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇതേ തിരുവനന്തപുരത്ത് വെച്ചാണ് ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത്. അനു ദുബായിലെ ഫാർമസിസ്റ്റാണ്. അപ്പോൾ അവൾ നാട്ടിൽ വന്നാലുള്ള മെയിൻ അജണ്ട എന്താണെന്ന് വെച്ചാൽ കുറേ അമ്പലങ്ങൾ അങ്ങോട്ട് കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കൂടെ കഴക്കൂട്ടത്ത് കുറച്ച് ദിവസം നിൽക്കാൻ വന്നപ്പോൾ ഞാനിങ്ങനെ ഒരു 3-4 അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അമ്പലത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോണേന്ന് വെച്ചാൽ ഇവിടെ അടുത്ത്, അതായത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അടുത്തായിട്ട് തന്നെ ഒരു സെലിബ്രിറ്റി ഇഡ്ഡലി ഷോപ്പ് നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ആങ്കറും ആക്ടറും ഒക്കെ ആയിട്ടുള്ള വെങ്കി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. പുള്ളിയും കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ചേർന്ന് ഒരു സുടു ഇഡ്ഡലി ഷോപ്പുണ്ട്. അപ്പോൾ അതേ ആ കാണുന്നതാണ്, ആ വൈറ്റ് ടീഷർട്ട് ഇട്ടിരിക്കുന്ന ആളാണ് നമ്മുടെ വെങ്കിയും ഫ്രണ്ട്സുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ ഇടയിൽ പെട്ടെന്നുണ്ടായൊരു ഐഡിയ ആണ് ഈ ഷോപ്പ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു മെനു എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബട്ടർ തട്ട് ഇഡലി, അതുപോലെ പൊടി ഇഡലി, പിന്നെ ഹാർട്ട് ഷേപ്പ് ഇഡലി, പിന്നെ മെയിൻ ഒരു ഐറ്റം ആണ് സോയ സ്റ്റഫ് ചെയ്തിട്ടുള്ള സോയ ഇഡലി. പിന്നെ എന്താണ്, അപ്പം ഞങ്ങൾ ഇതിൽ വന്നിട്ട് ഓർഡർ ചെയ്തത്, എനിക്ക് സോയ അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഈ കാണുന്ന ബട്ടർ തട്ട് ഇഡലിയും പിന്നെ നമ്മുടെ കുഞ്ഞിഡലി ഇതേ കണക്കത്തെ മസാലയൊക്കെ ഇട്ട് തരുന്ന പൊടി ഇഡലിയാണ് ഓർഡർ ചെയ്തത്. ഇത് രണ്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു. ഒരു സെലിബ്രിറ്റിയുടേതായ ഒരു ജാടയില്ലാത്ത ഒരു താരമാണ് നമ്മുടെ വെങ്കിടേഷ്. പിന്നെ പുള്ളി തന്നെയാണ് അവിടെ നിന്ന് ഓർഡറൊക്കെ എടുക്കുന്നതും. ഒരു 20-25 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. കാരണം ഇതിപ്പോൾ ഒരു തട്ടുകട പോലെ തുടങ്ങിയതാണല്ലോ. അപ്പോൾ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ്, ട്രെൻഡിങ് ആയിട്ട് നിൽക്കുക. അപ്പം അതിൻ്റേതായ ഒരു തിക്കും തിരക്കും ഈ ഷോപ്പിലുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് കമ്പാരിറ്റീവ്ലി കുറവാണ് കേട്ടോ. ഞങ്ങളൊരു ശനിയാഴ്ച ഇവിടെ വന്നിരുന്നു, അന്ന് ഈ പരിസരത്തോട്ട് നമുക്ക് അടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അത്രയും വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. വൈകുന്നേരം 7 തൊട്ട് 10 മണി വരെയാണ് ഈ ഷോപ്പ് ഉള്ളത്. പിന്നെ ബട്ടർ തട്ട് ഇഡ്ഡലിക്ക് 80 രൂപയും ബാക്കി സോയ ഇഡ്ഡലി, കുഞ്ഞിഡ്ഡലി ഇതിനൊക്കെ 60 രൂപയാണ് റേറ്റ്. അപ്പോൾ വെങ്കടേഷ് നമുക്കുള്ള ബട്ടർ തട്ട് ഇഡലിയാണ് എടുക്കുന്നത്. ഇത് ബട്ടർ തട്ട് ഇഡലി, പിന്നെ നമ്മൾ പൊടി ഇഡലി അല്ല കുഞ്ഞിഡലിയാണ് ഓർഡർ ചെയ്തത്. കുഞ്ഞിഡലി ആയിരുന്നു കുറച്ച് കൂടുതൽ സോഫ്റ്റ്. കൂടുതൽ ഇഷ്ടപ്പെട്ട മറ്റേ പൊടി ഇഡലിയായിരുന്നു. ഭയങ്കര സോഫ്റ്റ്. പക്ഷെ ബട്ടർ നമ്മൾ ടേസ്റ്റ് കഴിയുമ്പോൾ ടേസ്റ്റ് ഇല്ല. ബട്ടർ വെക്കുമ്പോൾ അതിൻ്റെ വേറെ ടേസ്റ്റ് ഇല്ല. പിന്നെ ഞങ്ങൾ വെങ്കടേഷിനോട് കുറച്ച് നേരം സംസാരിച്ചു. പുള്ളിയോട് തന്നെ ചോദിച്ചു എങ്ങനെയാണ് ഈ ഒരു ഐഡിയ വന്നതെന്നൊക്കെ. എങ്ങനെയാണ് ഈ ഒരു ഐഡിയ വന്നത്? വെറുതെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഇഡ്ഡലി കട തുടങ്ങാമെന്ന് കരുതി പ്ലാൻ ചെയ്തതാണ്. പേര് സുട ഇഡ്ഡലി. ആദ്യം വേറൊരു പേരായിരുന്നു. അപ്പോൾ അവസാനം കട തുടങ്ങുന്നതിന് 5 ദിവസം മുന്നെയാണ് ഞങ്ങൾക്ക് ഈ പേര് കിട്ടുന്നത്. അങ്ങനെ ഇത് ഫിക്സ് ചെയ്യുന്നത്. ഫിലിം ഇപ്പോൾ ഒരു തെലുങ്ക് പടം ചെയ്തുകൊണ്ട് വിജയ് ദേവർക്കൊണ്ട ഒരു പടം. എന്തൊക്കെ മെനു ഉള്ളത്? സോയ ഇഡ്ഡലി, പൊടി ഇഡ്ഡലി, ബട്ടർ തട്ട്, ദം ഇഡ്ഡലി ഉണ്ട്. ഞങ്ങൾ സോയ അല്ല മറ്റേ ബട്ടറും പൊടിയും ട്രൈ ചെയ്യും. ആണോ? താങ്ക് യു. അപ്പോൾ വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കുക, ഇതൊക്കെ അങ്ങോട്ട് ദഹിക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത പ്ലാൻ എന്താന്ന് വെച്ചാൽ, ഈ അമ്പലത്തിനടുത്തൊക്കെ കുറേ കുഞ്ഞു കടകളുണ്ടല്ലോ. അവിടെ ഈ കൊച്ചു നല്ല കമ്മലുകളും പിന്നെ കുറേ കിടുതാപ്പികളൊക്കെ കിട്ടും. അപ്പം അതൊക്കെ ഇനി വാങ്ങിക്കുക, കുറച്ച് നേരം അവിടെ എവിടെയെങ്കിലൊക്കെ സംസാരിച്ച് ഇങ്ങനെ നടക്കുക. അതൊക്കെയാണ് ഇനിയുള്ള പ്ലാൻ. ഇതിപ്പോൾ കിച്ചുവിന് വേണ്ടിയിട്ട് ഒരു ടോയ് നോക്കുവാണ് കേട്ടോ. നമ്മൾ വന്നത് സൗത്ത് നട. അപ്പോൾ അനു പറയുന്നത് നമ്മൾ തെക്കേ നടയിൽ നിന്ന് നടന്ന് ഇപ്പോൾ കിഴക്കേ നടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ രാത്രിയുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ അവൾക്ക് ഈ തുളസിമാല, പിന്നെ രുദ്രാക്ഷം, ഇതുപോലത്തെ കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കണ്ട ഷോപ്പിലോട്ട് കയറിയിട്ടുണ്ട്.
രുദ്രാക്ഷമാണ് കൗണ്ട് ചെയ്യുന്നുള്ളൂ. കരിങ്കാലിമാരില്ല. രുദ്രാക്ഷം എത്ര കൗണ്ട് ചെയ്യുന്നത്? തുളസിമാല. ഇവിടെ ഇരിക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതേ ഇരിക്കുന്ന കുഞ്ഞു കൃഷ്ണനെയാട്ടോ. സംഭവം നല്ല ക്യൂട്ടാണ്. അതേ നോക്കിക്കേ. പക്ഷെ കഴിഞ്ഞ ദിവസം മോളെ ഞാൻ പുതുപ്പള്ളി പള്ളി പോയിട്ട് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. പറഞ്ഞോളൂ. അവിടെ വല്ലാത്തൊരു അപ്പോൾ ആദ്യത്തെ കടയിൽ നിന്ന് 1-2 സാധനങ്ങളൊക്കെ വാങ്ങി. ഇതിപ്പോൾ രണ്ടാമത്തെ കടയിലോട്ട് പോയേക്കുവാണ്. ഇത് കിച്ചുവിന് വേണ്ടിയിട്ട് അവളൊരു ബാഗ് ഇതിൽ നിന്ന് വാങ്ങി. ഇതാണ് 1500, ഇത് 950. ഇതാണെങ്കിൽ 1700, അത് 3200. ഫൈബറാണ്. ഇത് മാർബിൾ പൗഡറാണ്, അത് ഫൈബറാണ്. They are leaving this and doing this. Their body is in this condition. അങ്ങനെ ഇതിനകത്തുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ കുറച്ചധികം നേരം ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ടോപ്പിക്കിനൊരു ദാരിദ്ര്യമൊന്നും വരാറില്ല, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. പിന്നെന്താ, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു ട്രിവാൻഡ്രത്തുള്ളൊരു കോച്ചിങ് സെൻറ്ററിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പിന്നീട് അതൊരു നല്ലൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് അങ്ങനെ വളർന്നു വന്നു. അപ്പോൾ അതിനിപ്പോൾ ഒരു 10 വർഷം ആയിട്ടുണ്ട്. അപ്പോൾ ദേ ഈ കാണുന്നതൊക്കെയാണ് അമ്പലത്തിന് വെളിയിലുള്ള കുഞ്ഞു കുഞ്ഞു കടകൾ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ കമ്മലുകൾ, പിന്നെ ബാഗ്, ചെരുപ്പ്, ടോയ്സ് ഇതൊക്കെ കിട്ടുന്നത്. നമ്മൾ മെയിനായിട്ടും കമ്മലാണ് തപ്പി നടന്നത്. അപ്പോൾ കമ്മലിനൊക്കെ 100-നകത്തൊക്കെ ഉള്ളൂ വില. പിന്നെ പക്ഷെ ഇവിടുത്തെ ഒരു ക്വാളിറ്റി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല. കാരണം ഇതേപോലെ തന്നെ 100 രൂപയ്ക്കകത്ത് 50 രൂപയ്ക്കകത്തൊക്കെ കമ്മൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പോത്തീസിൽ, ട്രിവാൻഡ്രത്ത് തമ്പാനൂരിനടുത്തുള്ള പോത്തീസിൻ്റെ അവിടെ ചെന്നാൽ കുറച്ച് ചേട്ടന്മാർ ഇതേ കണക്ക് നിൽപ്പുണ്ട്. അത് ഷോപ്പല്ല, അവരിങ്ങനെ ഒരു കമ്മൽ സെറ്റുമായിട്ട് ഇങ്ങനെ നിൽക്കും. അവരുടെ കയ്യിൽ നിന്ന് നല്ല നല്ല കമ്മൽ കിട്ടാറുണ്ട് കേട്ടോ. അത് കാണാനും നല്ല രസമാണ്, ക്വാളിറ്റിയും നല്ലതാണ്, വിലയും കുറവാണ്. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. അനു നാളെ അമ്പലത്തിൽ പോകാനുള്ള മുല്ലപ്പൂവും കൂടെ വാങ്ങിയിട്ടാണ് ഇന്നത്തെ ഷോപ്പിംഗ് അവസാനിപ്പിച്ചത്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന ഇടത്തേക്ക് പോകാനായിട്ട് ഒരു ഓട്ടോയിൽ കയറിയതാണ്. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയൊരു വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.